ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. 2024 തൊട്ട് മോഡേൺ ബൈക്സിന്റെ കാലമാണ്. ജെൻ 3 ബൈക്സ് ആണ് ഇപ്പോൾ റോഡുകൾ അടക്കി വരിക്കുന്നത്. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡോമിനാർ വരെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതുപുത്തൻ 8 മോഡേൺ ബൈക്സ്, അതായത് ജെൻ 3 ബൈക്സുകളെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ബൈക്ക് കോണ്ടിനെന്റൽ GT 450 ആണ്. കഫേ റേസർ സെഗ്മെന്റ് ഒക്കെ കുറച്ച് പോപ്പുലർ ആയി വരുന്ന ടൈമാണല്ലോ ഇപ്പോൾ. പണ്ട് GT 535 ഒക്കെ കഫേ റേസർ സെഗ്മെന്റിൽ ഒരു ഡ്രീം ബൈക്ക് തന്നെയായിരുന്നു. GT 650 ഒക്കെ ആയിരുന്നു അന്നത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് റോയൽ എൻഫീൽഡിനുണ്ടായിരുന്ന ബൈക്സ്. അപ്പോൾ കഫേ റേസർ ആരാധകരെ ഹരം കൊള്ളിക്കാനാണ് 452cc എഞ്ചിനുമായിട്ട് നമ്മുടെ ഹിമാലയന്റെ സെയിം 450cc എഞ്ചിനായിട്ട് ഈ ബൈക്ക് കോണ്ടിനെന്റൽ GT വരാൻ പോകുന്നത്. നമ്മുടെ ഹിമാലയനിൽ വരുന്ന സെയിം ഷെർപ്പ എഞ്ചിൻ തന്നെയാണ് ഈ എഞ്ചിനും വരുന്നത്. 40 PS പവറും 6 സ്പീഡ് ഗിയർ ബോക്സും ലിക്വിഡ് കൂളിംഗ് സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. സ്ലിപ്പർ ക്ലച്ചും റൈഡ് ബൈ വയറും ഈ വണ്ടിയിൽ എക്സ്പെക്റ്റഡ് ആണ്. TFT ഡിസ്പ്ലേ, USD ഫോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ആഡ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കഫേ റേസർ ബൈക്ക് ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അതിൻ്റെ ജീൻസുമായിട്ടൊന്നും ഒട്ടും സ്യൂട്ടാകാത്ത രീതിയിൽ ഒരു വിൻറ്റേജ് മോഡേൺ പഞ്ചായിട്ടാണ് കമ്പനി ഈ വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 2,70,000 മുതൽ 3 ലക്ഷത്തിൻ്റെ താഴെ വരുന്ന ഒരു റേഞ്ചിലായിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലോഞ്ച് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ട്രക്സ്റ്റൺ 400 ആണ്. ട്രയംഫിൻ്റെ 400cc എഞ്ചിനും ഷാസിയും തന്നെയാണ് ഈ വണ്ടിയിലും ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു റെട്രോ ലുക്കിലാണ് വണ്ടി വരാൻ പോകുന്നത്. 40 PS പവറും 37.5 Nm ടോർക്കുമാണ് വണ്ടിയുടെ സ്പെക്ക്. ഒരു സ്പീഡ് 400-നേക്കാൾ കുറച്ചും കൂടെ സ്പോർട്ടിയർ ട്യൂണിങ്ങും സ്റ്റിഫർ സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 3.5 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ വണ്ടിയുടെ പ്രൈസ് ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബൈക്ക് അപ്പാച്ചി RTX 300 ആണ്. കഴിഞ്ഞ വർഷം തന്നെ TVS പറഞ്ഞിട്ടുണ്ടായിരുന്നു ADV മോഡലായിട്ട് അവരൊരു പുതിയ RTX-D4 എഞ്ചിൻ ലോഞ്ച് ചെയ്യുമെന്ന്. അതൊരു ADV ബൈക്കിന് വേണ്ടിയുള്ളതാണെന്നൊക്കെ അവർ അന്ന് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടായിരിക്കും, ഓൾറെഡി GS 310 എഞ്ചിൻ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ വണ്ടി ഇറക്കിയാൽ പോരെ എന്നുള്ളത്. TVS ആക്ച്വലി ഇത് BMW ആയിട്ട് കൊളാബ് ചെയ്ത് ഇറക്കണമെന്ന് കരുതി ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഓഫർ BMW റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് TVS പുതിയ എഞ്ചിനുമായിട്ട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ TVS ഇതിൻ്റെ എഞ്ചിൻ ലോഞ്ചൊക്കെ റീസെൻ്റ്ലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബൈക്ക് KTM ADV GS 310 Xpulse 300 ഒക്കെ ആയിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ്. USD ഡുവൽ ചാനൽ ABS TFT റൈഡിംഗ് മോഡ്സ് ഒക്കെ ഉണ്ടാവും. 2.5 ലക്ഷം ടു ഒരു 2,90,000 രൂപയുടെ റേഞ്ചിലായിരിക്കും ഈ വണ്ടിയുടെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നാലാമതായിട്ടുള്ള ബൈക്ക് എപ്രിലിയ ട്വാരഗ് 457 ആണ്. ഇതും ഒരു ADV ബൈക്കാണ്. 457-ൻ്റെ എഞ്ചിൻ വെച്ചിട്ട് 47 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണിത്. നല്ല ലോ ആൻഡ് ടോർക്കൊക്കെ ഉള്ള ബൈക്കായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കുറച്ച് പ്രീമിയം ആയിട്ടൊരു ADV ഒക്കെ നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത്. ലോങ്ങർ ട്രാവലൊക്കെ ഉള്ള സസ്പെൻഷൻ ആയിട്ടാണ് ബൈക്ക് വരാൻ പോകുന്നത്. ഈ ബൈക്കിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 4,60,000 തൊട്ട് 4,80,000 ഒരു റേഞ്ചിൻ്റെ അകത്തായിരിക്കും. അഞ്ചാമതായിട്ടുള്ളത് യമഹ YZF R3 ആണ്. BS6 കംപ്ലൈൻ്റ് ആയിട്ട് ആണ് വണ്ടി വരാൻ പോകുന്നത്. പണ്ട് എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യാതെ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ആയിട്ടുള്ള വണ്ടിയായിരുന്നു ഇത്. പിന്നീട് ഇത് റീലോഞ്ച് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടാണ് വരാൻ പോകുന്നത്. നല്ലൊരു സെയിൽസ് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് യമഹ. പ്രത്യേകിച്ച് V4-ന് ശേഷമൊക്കെ വേറൊരു ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ഇനി എന്തെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവർക്ക് ഇതൊരു വളരെ നല്ല ചോയ്സ് ആയിരിക്കും. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KYBയുടെ USD ആണ് വരാൻ പോകുന്നത്. പിന്നെ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. TFT തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. പിന്നെ LED ലൈറ്റിംഗ് സെറ്റപ്പ് ആയിരുന്നു. പഴയ വണ്ടിയിൽ ഹലോജൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം മാറ്റി കംപ്ലീറ്റ്ലി ഒരു LED സെറ്റപ്പിലേക്ക് ഈ വണ്ടി റീലോഞ്ച് ചെയ്യപ്പെടും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 4,60,000 രൂപയ്ക്ക് റേഞ്ചിലാണ്. ആറാമതായിട്ട് കവാസാക്കിയുടെ Z500 ആണ്. നിഞ്ച 500-ൻ്റെ 451cc പാരലൽ ടു എഞ്ചിനാണ് ഈ ബൈക്കിലും വരാൻ പോകുന്നത്. 50 PS പവറാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു എർഗണോമിക്സ് ഒക്കെ ആയിട്ട് LED ലൈറ്റിങ്ങും TFT ഡിസ്പ്ലേയും റൈഡിംഗ് മോഡ്സും മോസ്റ്റ്ലി ഒരു ഹൈവേ ആൻഡ് സിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്നുള്ളൊരു ട്യൂണിങ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഈ വണ്ടി വരുന്നത്. പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 5,30,000 ആ ഒരു റേഞ്ചിലേക്ക് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഴാമത്തെ ബൈക്ക് എന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സന്റെ നൈറ്റ്സ്റ്റർ ആണ്. സോ ഇതൊരു ബോബർ ക്രൂയിസർ ടൈപ്പ് ബൈക്കാണ്. 450cc ക്രൂയിസർ സ്റ്റൈൽ ബൈക്കായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹീറോ ആയിട്ട് കൊളാബ് ചെയ്ത് വരുമെന്ന് പറയപ്പെടുന്ന മോഡൽ ഇതാണ്. സോ എൻജിൻ X440 തന്നെ ആവാനാണ് ചാൻസ്. ഒരു ലോ ആൻഡ് ടോർക്കൊക്കെ വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു എൻജിൻ ടൈപ്പ് ആയിരിക്കും ഈ വണ്ടിയിൽ വരുന്നത്. ഒരു ബോബർ ലുക്ക് ലൈക്കൊക്കെയാണ് ഈ വണ്ടിയിൽ വരാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 3 lakhs എന്നായിരിക്കും. സോ ഹാർലിയുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്ത് അവർ ഹീറോ ആയിട്ട് കൊളാബ് ചെയ്ത് ഇറക്കാൻ പോകുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ്. ഇനി ഞാൻ ഇതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് അപ്പാച്ചി RTXും ഏപ്രിലേക്കും വേണ്ടിയാണ്. കാരണം ഞാനൊരു ADV ഫാനാണ്. സോ എന്നെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ADV വണ്ടികളായതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇനി നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച വണ്ടി ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.